പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവാദനങ്ങൾ. ഇന്ന് രാത്രി നാം ഒന്നിച്ചു കൂടിയിരിക്കുന്ന നിമിഷങ്ങളിൽ കുരിശടയാളത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ കർത്താവായ ഈശോ അനുഗ്രഹിക്കുകയാണ്. ഒരു ദൈവരാജ്യ പൈതലിന് ഈ ഭൂമിയിൽ ദൈവം ധാരാളം ശക്തി സ്രോതസ്സുകൾ നൽകിയിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും ദൈവാനുഗ്രഹം കൊണ്ടുവരാൻ കഴിവുള്ള ദൈവശക്തിയുടെ ധാരാളം മാധ്യമങ്ങൾ ഒരു ദൈവരാജ്യ പൈതലിന് കർത്താവ് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് കുരിശിൻ്റെ അടയാളം, ദ പവർ ഓഫ് ദി സൈൻ ഓഫ് ക്രോസ്. കുരിശിൻ്റെ അടയാളത്തിനുള്ള ശക്തി, കുരിശടയാളത്തിനുള്ള ശക്തി. അച്ഛൻ്റെ ജീവിതത്തിലൊരു സംഭവം ഓർമ്മിക്കുകയാണ്. സിറ്റി ബാങ്ക് ഓഫ് ന്യൂയോർക്കിൽ വർഷങ്ങളോളം അനേക രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ഒരു ദിവസം സെഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിനായി വന്നു. ധ്യാന ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് വർഷങ്ങളായി, 10-18 വർഷത്തോളമായി അദ്ദേഹത്തിന് മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിൽ ഉണ്ടാകുന്ന ഒരു അലർജി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം തൻ്റെ മുഖത്ത് ഇങ്ങനെ ഒന്ന് തോണ്ടും, വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ഒന്ന് തോണ്ടും. ഇത് 10-18 വർഷത്തോളമായി അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുർപീഡയാണ്. ധാരാളം ചികിത്സകൾ പലരെയും കണ്ടു, പല ഡോക്ടർമാരെ സമീപിച്ചു, പലതരത്തിലുള്ള പ്രതിവിധികൾ ചെയ്തു നോക്കി. എന്നാൽ 10-18 വർഷമായി ഈ ദുർപീഡ വിടാതെ അദ്ദേഹത്തെ പിടികൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശുശ്രൂഷയുടെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കവിളിൽ അലർജി രോഗം ഉണ്ടാകുന്ന ഭാഗത്ത് കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്ത് രോഗപീഡയെ ശാസിച്ചു. ആ ക്ഷണത്തിൽ 18 വർഷത്തോളമായി അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗപീഡ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ആ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ അദ്ദേഹം സന്തോഷത്തോടെ ദൈവജനത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ട്. 18 വർഷത്തോളമായി ഞാൻ അനുഭവിച്ചിരുന്നൊരു പീഡയുണ്ടായിരുന്നു. കുരിശിൻ്റെ അടയാളത്തിൽ എൻ്റെ മുഖത്ത് മുദ്ര ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ എന്നെ അലട്ടിയിരുന്ന അലർജി രോഗം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ കുരിശിൻ്റെ അടയാളത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു ദിവസം സെഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കുന്ന സമയം അട്ടപ്പാടിയിലുള്ള അഗളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ഏതാനും വ്യക്തികളോടുകൂടെ സെഗിയോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു,
ഞങ്ങൾ ഇന്ന് അട്ടപ്പാടിയുടെ പുതൂർ പ്രദേശത്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു പുഴയിലിറങ്ങി കുളിച്ചു. ഞങ്ങൾ വിവിധ വണ്ടികളിൽ യാത്ര ചെയ്തു. പ്രഭാതം മുതലേ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. എപ്പോഴോ എവിടെയോ വെച്ച് എൻ്റെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടു. 5 പവൻ ഉള്ള സ്വർണ്ണമാല ഈ പ്രവർത്തനങ്ങളുടെ ഇടയിൽ എവിടെ വെച്ച് നഷ്ടപ്പെട്ടു. അത് വണ്ടിയിലാണോ, പുഴയിലാണോ, മറ്റ് പ്രവർത്തനങ്ങളുടെ ഇടയിലാണോ, മലയിലാണോ, എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സ്വർണ്ണമാല എവിടെയാണ് എന്നൊന്ന് പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ കുരിശടയാളത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉറപ്പാണ്. ആ ഡോക്ടർ ശ്രീജിത്ത് സന്തോഷത്തോടെ സമ്മതിച്ചു. മാല കിട്ടിയാൽ അന്ന് തന്നെ ഞാൻ ആ മാലയുമായി ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തും. ആ വ്യക്തിക്ക് വേണ്ടി ഈശോയുടെ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിച്ചു. നഷ്ടപ്പെട്ട സ്വർണ്ണമാല എവിടെയാണെങ്കിലും കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിച്ചു. ആ സ്വർണ്ണമാല ഇദ്ദേഹത്തിന് തിരിച്ചു കിട്ടട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ദിവസങ്ങൾ കഴിഞ്ഞ് സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ ഡോക്ടർ ശ്രീജിത്തും സഹപ്രവർത്തകരും സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നു. 5 പവൻ്റെ ഒരു മാല ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ 5 പവൻ്റെ മാല ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മാല തിരിച്ചു കിട്ടിയത്? ആരെങ്കിലും കൈകൊണ്ട് തന്നതാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞങ്ങൾ ഇവിടുന്ന് കുരിശടയാളത്തിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ അഗളിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം മാല അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഒരു പ്രേരണയുണ്ടായി. കുളിച്ച പുഴയിൽ ചെന്ന് നോക്കുക. ഏതാണ്ട് ഒരാൾ താഴ്ചയിൽ വെള്ളമുള്ള ഒരു കയത്തിലാണ് അവർ കുളിച്ചത്. അങ്ങനെ ആ കയത്തിൽ ചെന്ന് അവർ ഒന്ന് മുങ്ങി കയത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു പിടി ചെളിയുമായിട്ട് ഒരാൾ പൊങ്ങി വന്നു. ആ ചെളിയിൽ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സ്വർണ്ണമാല ആദ്യത്തെ മുങ്ങലിൽ തന്നെ ദൈവം തിരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശടയാളത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുദിനം നേരിടുന്ന ഒരുപാട് ജീവിത പ്രശ്നങ്ങളിൽ ആ വ്യക്തിയെ അത്ഭുതകരമായി സഹായിക്കാൻ തക്കവിധമുള്ള ദൈവത്തിൻ്റെ അത്ഭുത ശക്തി കുരിശടയാളത്തിലൂടെ ദൈവം നൽകുന്നത് നിരവധി സംഭവങ്ങളിലൂടെ അച്ഛൻ കണ്ടിട്ടുണ്ട്. കുരിശടയാളത്തെക്കുറിച്ച് ദൈവമക്കളെ പഠിപ്പിച്ചത് അപ്പസ്തോലന്മാരല്ല. കുരിശടയാളത്തെക്കുറിച്ച് ദൈവമക്കളെ പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു മനുഷ്യനോ അല്ല, പിന്നെയോ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ആദിമ കാലഘട്ടങ്ങളിൽ അപ്പസ്തോലന്മാരുടെ യുഗങ്ങളിൽ അവിടെ കുരിശടയാളത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ, കുരിശടയാളത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ കാണുന്നില്ല. AD 313 പ്രസിദ്ധമായ മിലാൻ വിളംബരം നടത്തിയ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ജീവിതത്തിലാണ് യേശു ക്രിസ്തു കുരിശടയാളത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തി കൊടുത്തത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, റോമ സാമ്രാജ്യത്തിലുടനീളം ശക്തമായ മതമർദ്ദനം നടത്തിയിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, നീറോ, ഡയക്ലിഷ്യൻ തുടങ്ങിയ 10ഓളം കിരാതന്മാരായ ചക്രവർത്തിമാരുടെ പിൻഗാമിയായി വന്ന് റോമൻ സാമ്രാജ്യത്തിലുടനീളം ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു ദിവസം വളരെ ശക്തനായ മറ്റൊരു രാജാവുമായി യുദ്ധത്തിലായിരുന്നു. പ്രബലനായ മാക്സൻസിയൂസ് എന്ന ചക്രവർത്തിയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി യുദ്ധത്തിൽ തുടരെ പരാജയങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങൾ വരികയും വിജയത്തിനൊരു സാധ്യത കാണാതെ വിഷമിക്കുകയും ചെയ്ത കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു ദിവസം തൻ്റെ യുദ്ധ ക്യാമ്പിൽ അദ്ദേഹം അസ്വസ്ഥനായി മയങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇടപെടലുണ്ടായി. അദ്ദേഹം മയക്കത്തിൽ ഒരു ആത്മീയ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ആകാശത്തിൽ വളരെ പ്രഭയോടെ കുരിശിൻ്റെ അടയാളം പ്രത്യക്ഷപ്പെട്ടു. കുരിശിൻ്റെ അടയാളം വളരെ പ്രഭയോടെ പ്രത്യക്ഷപ്പെട്ട് അതിന് ചുറ്റിലും ഒരു എഴുത്തും കാണുമാറായി. ഈ അടയാളത്തിൽ നീ വിജയിക്കും, ഈ അടയാളത്തിൽ നീ വിജയിക്കുമെന്ന ഉല്ലേഖനത്തോടെ കുരിശിൻ്റെ അടയാളം ആകാശത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് പ്രത്യക്ഷപ്പെട്ടു. സ്വപ്നത്തിൽ ഈ ദർശനം കണ്ട കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പിറ്റേ ദിവസം തന്നെ റോമൻ സാമ്രാജ്യത്തിൻ്റെ പതാകയിൽ, യുദ്ധമുന്നണിയിൽ ഉപയോഗിച്ചിരുന്ന പതാകയിൽ കുരിശിൻ്റെ അടയാളം മുദ്ര ചെയ്തു. കുരിശിൻ്റെ അടയാളം മുദ്ര ചെയ്ത് പതാകയുമായി ആ യുദ്ധത്തിൽ മുന്നേറിയ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് അത്ഭുതകരമായ വിജയം ആ യുദ്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തു നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യുദ്ധത്തിൽ യേശു ക്രിസ്തു നൽകിയ അത്ഭുതകരമായ
കുരിശടയാളത്തിൽ യേശുക്രിസ്തു നൽകിയ അത്ഭുതകരമായ വിജയത്തിന് പ്രതിനന്ദി എന്നോണം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി AD 313 പ്രസിദ്ധമായ മിലാൻ വിളംബരത്തിലൂടെ റോമൻ സാമ്രാജ്യത്തിലുടനീളം ക്രൈസ്തവർക്ക് മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇങ്ങനെയാണ് ലോകത്തിൽ ആദ്യമായി ക്രൈസ്തവർക്ക് ഒരു വലിയ സാമ്രാജ്യത്തിൽ ഔദ്യോഗികമായ സ്ഥാനവും വലിയ അംഗീകാരവും വലിയ സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തു മതത്തിന് റോമൻ സാമ്രാജ്യത്തിലുടനീളം വലിയ അധികാരവും വലിയ അംഗീകാരവും വലിയ സ്വാതന്ത്ര്യവും നൽകിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. ഈ ചക്രവർത്തിക്ക് ഈ പ്രവർത്തനത്തിന് വേണ്ടി ശക്തമായ ദൈവിക ഇടപെടലുണ്ടായത് കുരിശിന്റെ അടയാളത്തിലൂടെയുള്ള വിജയം വഴിയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, കുരിശടയാളത്തിന്റെ ശക്തിയെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ചത് യേശുക്രിസ്തു തന്നെയാണെന്ന് ചരിത്രത്തിൽ നാം അറിയുകയാണ്. അപ്പസ്തോലന്മാരോ മറ്റേതെങ്കിലും പ്രബോധകരോ ഏതെങ്കിലും മനുഷ്യനോ അല്ല കുരിശടയാളത്തിന്റെ ശക്തിയെക്കുറിച്ച് ലോകത്തെ ആദ്യമായി പഠിപ്പിച്ചത്. യേശുക്രിസ്തു നേരിട്ട് തന്നെ കുരിശടയാളത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ചു. അതിനുശേഷം 326 ഹെലേന രാജ്ഞി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ രാജ്ഞിയായ ഹെലേന ജെറുസലേമിലുണ്ടായിരുന്ന മക്കാരിയൂസ് എന്ന ബിഷപ്പിന് നിർദ്ദേശം നൽകി ഈ ജെറുസലേം പ്രദേശത്ത് യേശുക്രിസ്തുവിന്റെ കുരിശ് മരണം നടന്ന സ്ഥലത്ത് കുരിശ് കണ്ടെത്തണമെന്ന നിർദ്ദേശം നൽകി. അങ്ങനെ ഹെലേന രാജ്ഞി ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. ഗാഗുൽത്താ മലയിൽ മണ്ണും കല്ലും നീക്കി ചപ്പുചവറുകൾ നീക്കി നിരന്തരം നടത്തിയ പരിവേഷണത്തിന്റെ ഫലമായി 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം 3 കുരിശുകൾ ആ മലയിൽ നിന്ന് കണ്ടെടുത്തു. ഈ 3 കുരിശുകളിൽ ഏത് കുരിശാണ് യേശുക്രിസ്തുവിന്റെ കുരിശ്, യേശുക്രിസ്തുവിനെ തറച്ചു കൊന്ന കുരിശ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ അവർ വിഷമിച്ചു. അപ്പോൾ മക്കാരിയൂസ് ബിഷപ്പ് പരിശുദ്ധാത്മാവിൽ പ്രചോദനായി പറഞ്ഞു, 3 കുരിശും അരികിലേക്ക് കൊണ്ടുവരിക. ആ പട്ടണത്തിൽ വളരെ ക്ലേശകരമായ രോഗപീഠ സഹിച്ചുകൊണ്ടിരുന്ന ഒരു തീരാരോഗിയെ, ഒരു മാറാരോഗിയെ ബിഷപ്പ് ഈ 3 കുരിശുകളും തൊടുവിച്ച് പ്രാർത്ഥിച്ചു. ഒന്നാമത്തെ കുരിശ് തൊട്ടു, ആ രോഗി സൗഖ്യം പ്രാപിച്ചില്ല. രണ്ടാമത്തെ കുരിശ് തൊടുവിച്ചു, സൗഖ്യം പ്രാപിച്ചില്ല. യഥാർത്ഥ കുരിശ് ആ രോഗിയുടെ ശരീരത്തിൽ സ്പർശിച്ച മാത്രയിൽ ആ മാറാരോഗി രോഗസൗഖ്യം പ്രാപിച്ച് ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചു. യേശുക്രിസ്തുവിനെ തറച്ച ആ കുരിശിൽ നിന്ന് ശക്തി ബഹിർഗമിച്ച് മാറാരോഗി സൗഖ്യം പ്രാപിച്ചു. ഹെലേന രാജ്ഞിയും മക്കാരിയൂസ് ബിഷപ്പും ആ കുരിശ് ജെറുസലേമിൽ ഔദ്യോഗികമായി സ്ഥാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് തൊട്ട് ഇന്ന് വരെ കുരിശിന്റെ അടയാളത്തിൽ സഭയിൽ ഒരുപാട് അത്ഭുതങ്ങൾ, ലോകത്തിൽ ഒരുപാട് വിജയങ്ങൾ ദൈവമക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. കുരിശ് അനുഗ്രഹത്തിന്റെ അടയാളമാണ്. കുരിശ് വിജയത്തിന്റെ അടയാളമാണ്. ഈ അടയാളത്തിൽ ദൈവമക്കൾക്ക് വിജയമുണ്ട്. ഈ അടയാളത്തിൽ ദൈവമക്കൾക്ക് അനുഗ്രഹമുണ്ട്. ഈ അടയാളത്തിൽ ദൈവമക്കൾക്ക് സൗഖ്യമുണ്ട്. ഈ അടയാളത്തിൽ ദൈവമക്കൾക്ക് സമൃദ്ധിയുണ്ട്. ഇത് അനുഗ്രഹത്തിന്റെയും ഉയർച്ചയുടെയും വിജയത്തിന്റെയും അടയാളമായി കർത്താവ് നമുക്കായി ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു നാൾ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു കുടുംബം ധ്യാനിക്കാൻ വന്നു. ആ ധ്യാനത്തിൽ വെച്ച് 3-ാം ദിവസം ഒരു സഹോദരി തൻ്റെ കുഞ്ഞുമായി അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഈ കുട്ടി ഒരു പ്രഭാഷണം പോലും ശരിക്കും ശ്രദ്ധിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താണ് കുട്ടിക്കുള്ള ബുദ്ധിമുട്ട്? ആ അമ്മ പറഞ്ഞു, വചന ഹാളിൽ വന്നിരുന്നാൽ അപ്പോൾ തന്നെ ഈ കുട്ടി പറയും എനിക്ക് കക്കൂസിൽ പോകണമെന്ന്. കക്കൂസിൽ കൊണ്ടിരുത്തിയാൽ അപ്പോൾ കുട്ടി പറയും എനിക്ക് ഇവിടെ ഇരിക്കേണ്ട, തിരിച്ചു പോകണമെന്ന്. ഇങ്ങനെ 3 ദിവസം ദുർപീഡ അനുഭവിച്ച അമ്മ ആ കുട്ടിയുമായി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടിയുടെ ദുർപീഡയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വരാൻ ആ കുട്ടിയുടെ മേൽ കുരിശിന്റെ അടയാളം വരച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ മേലുള്ള ദുർപീഡ വിട്ടുപോകട്ടെ. ആ കുട്ടി ആ ക്ഷണം മുതൽ സൗഖ്യം പ്രാപിച്ചു. ആ അമ്മ സമാധാനത്തിൽ ധ്യാനം കൂടി. ധ്യാനത്തിന്റെ അവസാന ദിനത്തിൽ ആ അമ്മ സ്റ്റേജിൽ വന്ന് ദൈവജനത്തിന് മുന്നിൽ ഉറക്കെ പറഞ്ഞു, ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുരിശടയാളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കുട്ടി സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. എൻ്റെ കൂടെ സുവിശേഷ പ്രസംഗത്തിന് നിരന്തരം വ്യാപരിക്കുന്ന റാഫേൽ ബ്രദറിന്റെ ജീവിതത്തിലുണ്ടായ സംഭവം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളം കൃഷിപ്പണികളും മറ്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ട്. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൃഷിയിടങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കണം, പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ കൃഷിയിടങ്ങളിൽ കാണുന്നു. സമയമെടുത്ത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൃഷിഭൂമികളെ സന്ദർശിച്ചു. അപ്പോൾ പലതരത്തിലുള്ള കാർഷികമായ മേഖലകളിലുള്ള ബുദ്ധിമുട്ടുകളെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ കുരിശിന്റെ അടയാളത്തിൽ ആ കൃഷിഭൂമികളിലെ വിളവുകളെ ആശീർവദിച്ചു. ആ വർഷം വിളവെടുപ്പ് സമയത്ത് ആ കൃഷിഭൂമിയിലെ സാഹചര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തോട് ഞാൻ അന്വേഷണം നടത്തി. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞ സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മറ്റൊരു വർഷങ്ങളിൽ ലഭിക്കാത്ത അത്ര
ധാന്യങ്ങൾ വിളഞ്ഞ് വിളഞ്ഞ് കുന്നുകൂടി കിടക്കുകയാണ്. 3500 നാളികേരം കിട്ടിയിരുന്നിടത്ത് 6000 7000 നാളികേരം വരെ ഈ വർഷം ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു. വളരെ വലിയ വ്യത്യാസം ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം വെളിപ്പെടുത്തിയൊരു സംഭവമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശടയാളത്തിന് കൃഷിയുടെ മേൽ വ്യത്യാസം വരുത്താൻ കഴിവുണ്ട്. കുരിശടയാളത്തിന് രോഗിയുടെ രോഗപീഠ വ്യത്യാസപ്പെടുത്താൻ കഴിവുണ്ട്. മറ്റൊരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. തൃശ്ശൂർ പട്ടണത്തിൽ ചെന്നപ്പോൾ ഒരു ഭവനത്തിൽ ഞങ്ങളെ സ്വീകരിച്ചു. ആ ഭവനത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സ്വീകരണം തന്നതിന് ശേഷം യാത്ര പറയുന്ന സമയത്ത് ആ ഭവനം എളിമയോടെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ മകൾ വിവാഹിതയായിട്ട് 10 വർഷം കഴിഞ്ഞു, ഇതുവരെ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ സഹോദരി ആ വീട്ടിലുണ്ട്, ദുഃഖത്തോടെ ഇരിക്കുന്നു, പ്രാർത്ഥനയിൽ താല്പര്യം തോന്നുന്നില്ല, ധ്യാനം കൂടിയിട്ടും കാര്യമില്ല എന്നുള്ള ചിന്തയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ദുഃഖത്തോടെ ഇരിക്കുന്ന സഹോദരി, അതിന് ദുഃഖം കണ്ട് വിഷമത്തോടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയുണ്ടായി, ഈ സഹോദരിക്ക് വേണ്ടി കുരിശടയാളത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുക. ആ സഹോദരിയുടെ മേൽ കുരിശടയാളം വരച്ച് ആ സഹോദരിക്ക് വേണ്ടി വിടുതലിനായി പ്രാർത്ഥിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ അടയാളത്തിൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ്ട് 1 വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ മാസങ്ങളിൽ ആ കുടുംബം സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത വിളിച്ചറിയിച്ചു. വിവാഹത്തിന് ശേഷം 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ മനോവ്യഥയോടെ ഇരുന്ന കുടുംബത്തിന് കർത്താവ് ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശടയാളത്തിലൂടെ ദൈവത്തിന്റെ ശക്തി പ്രവഹിച്ച് രോഗികളുടെ മേൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. അച്ഛൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ കാലഘട്ടം ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് വരും. പ്രത്യേകിച്ച് പലതരത്തിലുള്ള പൈശാചിക പിടകളോടെ വരുന്നവർ അച്ഛൻ കുരിശടയാളം എടുത്ത് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ കണ്ണ് പൊത്തി ചെവി പൊത്തി വിളിച്ചു പറഞ്ഞ സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഇതാ ഞങ്ങളുടെ ചെവികൾ പൊട്ടിപ്പോകുന്നു, ഇതാ ഞങ്ങളുടെ ചങ്ക് പിളരുന്നു, ഇതാ ഞങ്ങളുടെ കണ്ണുകൾ തകരുന്നു. വലിയ വലിയ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥകൾ വിളിച്ചു പറഞ്ഞ സംഭവങ്ങൾ ഞാൻ ഓർമ്മിക്കുകയാണ്. പൈശാചിക പീഡകളുടെ മേൽ അധികാരമുള്ള അടയാളമാണ് കുരിശിന്റെ അടയാളം. ഈ അടയാളം കാണുമ്പോൾ പിശാച് ഞെട്ടിവിറയ്ക്കുന്നു. ഈ അടയാളം കാണുമ്പോൾ ദുരാത്മാക്കൾ കൂട്ടത്തോടെ ഓടി ഒളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. അനേക പീഡകളോടെ ഇരിക്കുന്നവർ ഈ അടയാളത്തിൽ സൗഖ്യം പ്രാപിക്കണം. അനേക ബുദ്ധിമുട്ടിലിരിക്കുന്നവർ ഈ അടയാളത്തിൽ വിടുതൽ പ്രാപിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ കുരിശടയാളത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നാം അനുഗ്രഹം പ്രാപിക്കാൻ, നാം സൗഖ്യം പ്രാപിക്കാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു അടയാളമാണ് കുരിശിന്റെ അടയാളം. പരിശുദ്ധമായ ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ വിശുദ്ധ ജോൺ ബർക്ക്മൻസ് ഒരു കുരിശുരൂപവും ഒരു ജപമാലയും ഒരു നിയമപുസ്തകവും മാറോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ 3 നിധികളാണിവ. എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള 3 നിധികളാണിത്. വിശുദ്ധ ലയോ മാർപ്പാപ്പ ഇപ്രകാരം കുരിശിനെ കുറിച്ച് പഠിപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ്. അങ്ങയുടെ കുരിശ് എല്ലാ വരങ്ങളുടെയും കാരണമാണ്. ഈ കുരിശിൽ നിന്നാണ് വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ ജീവനും പ്രാപിക്കുന്നത്. സെന്റ് തോമസ് അക്വീനാസ് ഈ കുരിശിനെ നോക്കി പറഞ്ഞു, ഓ വിശുദ്ധ കുരിശേ, എന്റെ ഏക അഭയമേ, സ്വസ്തി. വലിയ വിശുദ്ധന്മാർ കുരിശടയാളത്തെ അത്യധികമായി സ്നേഹിച്ചിരുന്നു. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ, രോഗപീഠകളുള്ള രോഗഭാരങ്ങളോടെ ഇരിക്കുന്നവർ, വലിയ പ്രയാസങ്ങളിരിക്കുന്നവർ തങ്ങളെ തന്നെ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്ത്, രോഗപീഠകളുടെ മേൽ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്ത്, ഭവനത്തെ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്ത് ഈ രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹത്തിന്റെ പ്രവാഹം ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം നൽകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ,
പുത്രനായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതമായ കുരിശിന്റെ ശക്തിയാൽ, കുരിശടയാളത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ നിന്ന് പൈശാചികമായ പീഡകൾ നിർവീര്യമാകട്ടെ. ഭയത്തിന്റെയും ഭാരത്തിന്റെയും കുറ്റബോധത്തിന്റെയും നിരാശയുടെയുമായ ആധിപത്യങ്ങൾ കുരിശിന്റെ അടയാളത്താൽ ഇപ്പോൾ ദൈവമക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ. പലതരത്തിലുള്ള രോഗങ്ങൾ, തകർച്ചകൾ ശരീരങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ജന്മനാ രോഗികൾ ഇപ്പോൾ കുരിശിന്റെ അടയാളത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. മാറാ രോഗങ്ങൾ, ചികിത്സ ഫലിക്കാത്ത ശരീരങ്ങൾ, എത്ര ശ്രമിച്ചിട്ടും എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത നിഗൂഢ രോഗങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നവർ ഇപ്പോൾ കുരിശിന്റെ അടയാളത്താൽ അത്ഭുത സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേക ഭാരങ്ങളോടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും കുരിശടയാളത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് മറിയാമ്മ മാത്യു, മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 1.5 വർഷമായി എൻ്റെ ഈ വലത്തെ തോളലിന് ഭയങ്കര വേദനയായിരുന്നു. കൈ തളർന്നു പോകുന്ന മാതിരിയുള്ള വേദനയായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വീട്ടിൽ അമ്മച്ചിയോട് പറയും, എൻ്റെ കൈ തളർന്നു പോകും, നാളെ നേരം വെളുത്ത് എഴുന്നേറ്റ് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഡോക്ടറെ കാണാൻ പോകണമെന്നൊക്കെ കരുതി. പിന്നെ ഞാൻ ഓർത്ത് പോകുന്നില്ല. ആ പൈസ കൊണ്ട് സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി, അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ച് എൻ്റെ അസുഖം മാറും എന്നുള്ള ധൈര്യത്തോടെ ഈശോയോട് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എന്നെ വിളിച്ചു വിടുന്ന മാതിരി ഞാൻ അട്ടപ്പാടിയിലേക്ക് പോകുന്നു. അങ്ങനെ ഇവിടെ വന്ന് 2ാമത്തെ ദിവസം മുതൽ സ്തുതിപ്പ് മുതൽ എൻ്റെ കൈയുടെ വേദന കുറഞ്ഞു വന്നു. അതുപോലെ തന്നെ കാലിൻ്റെ വേദന ഇതെല്ലാം വളരെ കുറവുണ്ട്. 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് പൂർണ്ണമായിട്ടും എൻ്റെ കൈയുടെ വേദന മാറി. സ്തുതിച്ചുകൊണ്ടിരുന്നപ്പം ഒരു കൈക്കൊരു തണുപ്പ് പോലെയും വന്നു. അതുപോലെ തന്നെ കൈക്ക് ഒരു ധരിപ്പ് പോലെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൈയുടെ അസുഖം മാറി എന്നുള്ളത്. അപ്പം ഞാൻ ഈശോയോട് കരഞ്ഞു നിലവിളിച്ചു, ഈശോയെ എൻ്റെ കൈയുടെ വേദന മാറ്റണമേ, പൂർണ്ണമായിട്ടും മാറ്റണമേ എന്ന്. മറ്റേ എനിക്ക് ചരിഞ്ഞു കിടക്കാൻ മേലായിരുന്നു, കൈ ഇങ്ങനെ പൊന്തിക്കാൻ മേലായിരുന്നു. എനിക്ക് 1 മിനിറ്റ് പോലും എൻ്റെ കൈ പൊന്തിച്ച് എടുക്കാൻ വയ്യായിരുന്നു. അതുപോലെ തന്നെ ഒരു കനമുള്ള സാധനം എനിക്ക് എടുക്കത്തില്ലായിരുന്നു. ഇപ്പം പൂർണ്ണമായിട്ടും എൻ്റെ കൈ എൻ്റെ പേര് ജാൻസി, മലപ്പുറം ജില്ലയിൽ പനമ്പള വിടകയിൽ നിന്ന് വരുന്നു. എനിക്ക് 9 കൊല്ലമായിട്ട് കഠിനമായ തലവേദനയായിരുന്നു. തലവേദന വരുമ്പോൾ ഞാൻ വീട്ടിൽ പറയും എൻ്റെ തലയ്ക്കകത്ത് കഥനാവെടി പൊട്ടുന്നുണ്ട്. അത്രയും ശക്തിയായ തലവേദനയായിരുന്നു. ഒരുപാട് ഡോക്ടർമാരെ മാറി ചികിത്സിച്ചു. ലാസ്റ്റ് DNDനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു വായിൽ നിന്ന് 5 പല്ല് നീക്കം ചെയ്യണമെന്ന്. കേടായ പല്ലുണ്ടായിരുന്നു. അങ്ങനെ 5 പല്ല് നീക്കം ചെയ്തു. എന്നിട്ടും കുറവില്ലാത്തതിനാൽ പിന്നെ പറഞ്ഞു കണ്ണട വെക്കണമെന്ന്. അങ്ങനെ 1 വർഷത്തോളം കണ്ണട വെച്ചു. 2005 ഏപ്രിൽ 10-ാം തീയതി അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലയുടെ ഇടതുവശത്ത് നിന്ന് വിക്കാസ് കൊണ്ട് കുത്തുന്ന പോലെ ശക്തിയായിട്ടുള്ള അനുഭവം ഉണ്ടായി. ഞാൻ കരഞ്ഞു, എൻ്റെ ഈശോയെ എനിക്ക് തലവേദന കൂടുവാണല്ലോ എന്ന്. കണ്ണട ഞാനെടുത്ത് ബാഗിലേക്ക് വെച്ചു. ഇത് വെച്ചിട്ടും കൂടുവാണല്ലോ എന്നോർത്ത് കണ്ണട എടുത്ത് ഞാൻ ബാഗിലേക്ക് വെച്ചു. എൻ്റെ തലവേദന എൻ്റെ കർത്താവ് എനിക്ക് എടുത്തു മാറ്റി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇല്ല, നല്ല സുഖം തോന്നുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ.